ഗുണ്ടകളുടെയും കൊട്ടേഷൻ സംഘത്തിന്റെയൊക്കെ ശത്രുവാണ് വിക്രം. അങ്ങനെയുള്ള വിക്രമന്റെ സാമ്രാജ്യത്തിലേക്ക് ഗുണ്ടകളെ അയച്ചവൻ ഒരു സാധാരണക്കാരനല്ല, കരുത്തനാണ്. നല്ല കരുതൽ വേണം. ഇവിടെ നായകന്റെ റോള് വിക്രമനാണ്. ഓക്കെ, ഇനി എന്ത് വേണേലും ചെയ്തോട്ടെ, പക്ഷെ എന്റെ പൊന്നുമോളെ പേടിക്കാതെ. ശത്രുക്കൾ ആരും ഈ ഏരിയയിൽ കടന്നു വരാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാം. മോനെ, കല്യാണ സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് ആരും അറിയണ്ട. അത് കുടുംബത്തിന് തന്നെ നാണക്കേടാ. വിഷമിക്കാതമ്മേ, തൽക്കാലം ആരോടും ഒന്നും പരസ്യപ്പെടുത്തുന്നില്ല. വിവാഹത്തിലൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ശത്രുവിനെ തിളയ്ക്കാൻ വേണ്ടത് ഞാൻ ചെയ്തിരിക്കും. ഇനി എന്താ ചന്ദ്രികാമ്മയ്ക്ക് വേണ്ടത്? ധൈര്യം തരാൻ ഒരാളില്ലേ? സന്തോഷമായിട്ടിരിക്കെ. നന്ദിയുണ്ട്, 1000 നന്ദി. എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാല്ലേ? തുടങ്ങിയാ മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊടിയോ മധുരവിടെ വിളിയലിയോ ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. തനിതരികിടയല്ല ഒരു മനകുണയല്ല പുലിയവനൊരു പുല്ല മുരുകനട. ഇവളൊരു മണിമുല്ല പുതിയൊരു മഴവില്ല നിറമെഴുതിയ ചില്ല പെണ്ണൊരുത്തി. എല്ലാരും അടിച്ചു കേറി വാ.
സുന്ദരിയായിട്ടുണ്ട്. അടിപൊളി. ആഹാ, ദിയമോള് സുന്ദരിയായല്ലോ. ഞാനെങ്കിലും സുന്ദരിയാണല്ലോ. അല്ല, സുചിത്ര ആന്റി ഒരുങ്ങുന്നില്ലേ? എന്റെ ഒരുക്കൊക്കെ ഇത്രയും മതി. വിലപിടിപ്പുള്ള കൺമഷി, സ്ലൈഡ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും പാടില്ലെന്ന എന്റെ ഭർത്താവിന്റെ കൽപ്പന. പ്രകാശേട്ടന്റെ പണം അങ്ങനെയൊന്നും ചെലവാക്കരുതല്ലോ. സുന്ദരിയായിട്ടുണ്ട്. ഒരു കാര്യം കൂടി വേണം. മനോജ്, കൊള്ളാവോ മനോജ്? സൂപ്പർ. അതല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അടിപൊളി. നിന്റെ അച്ഛൻ കുറുപ്പും അമ്മയൊക്കെ കല്യാണത്തിന് വരുന്ന, പ്രത്യേകിച്ച് ആ ജിതേന്ദ്രൻ ചേട്ടന്റെ ഭാര്യ വിദ്യ. കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ അതിമിടുക്കിയ അവര്. അതുകൊണ്ട് മേക്കപ്പിലൊന്നും ഒരു കുറവും വരുത്തണ്ട. വെറുതെ ബാജ് കഴിച്ചോണ്ടിരിക്കാതെ എന്റെ ആ പച്ച സാരിയും ബ്ലൗസൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കേ. അതൊക്കെ എപ്പോഴേ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നു മോളെ. മുടിയൊക്കെ നരച്ചു തുടങ്ങിയല്ലോ. ആ പിശുക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ നരച്ച തലമുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് കുട്ടപ്പനാവാൻ നോക്ക്. ഏതെങ്കിലും കൊള്ളാവുന്ന ബ്യൂട്ടി പാർലറിൽ പോയാ അവരിത് മനോഹരമാക്കി തരും. എടീ, ഈ ബ്യൂട്ടി പാർലറുകാര് കൊള്ള ചാർജാ ഇതിനൊക്കെ ഈടാക്കുന്നത്. കടയിൽ കിട്ടും ചെറിയ പാക്കറ്റ്, അത് വാങ്ങിക്കൊണ്ടുവന്നാ ഞാൻ ഡൈ ചെയ്ത് തരാം. അതിനുവേണ്ടി കാശ് കളയാനേ എന്റെ കയ്യിലൊന്നുമില്ല, കേട്ടല്ലോ. എന്റെ തലമുടിയിലെ ചെറിയ നിരകളൊക്കെ ഇരുന്നോട്ടെ, അതാരും പുറത്ത് കാണൂല. അഥവാ ഇനി ആരെങ്കിലും കണ്ടാൽ തന്നെ എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഒരു ഓ, ഇങ്ങനെയൊരു പിശുക്കൻ. കോടീശ്വരനായ വരന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ പോവുകയല്ലേ? എല്ലാവരുടെയും നോട്ടം ചേട്ടനിലായിരിക്കും. വേഷത്തിലും ഭാവത്തിലും കെട്ടിലും മട്ടിലും ഒന്നിലും കുറവ് വരാൻ പാടില്ല. ദേ, ഈ ഷോളും കൂടെ തോളിലിട്ട ഒരു കാരണവരുടെ ലുക്ക് കിട്ടും. എന്നെ കിളവനാക്കാനുള്ള പുറപ്പാടാണല്ലേടി? അല്ല, സാധാരണ ഭാര്യമാർക്കൊക്കെ ഭർത്താവിനെ 4 പേരുടെ മുന്നിൽ ചെറുപ്പക്കാരനായി കാണാനാണ് ആഗ്രഹം. എന്നെ കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുന്ന കിളവനായി കാണാനാണ് നിന്റെ ആഗ്രഹം അല്ലേടി? എന്നാ പിന്നെ ഒരു ഊന്നുവടി കൂടെ എടുക്കാമായിരുന്നില്ലേ തങ്കം? കഷ്ടം. അതെ, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചേക്ക്. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ ശവത്തിലിട്ടു മൂടാം. അല്ല പിന്നെ ഇതേതാ ഈ പുതിയ അവതാരം? സ്വന്തം പെറ്റമ്മയെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കാ. അച്ഛമ്മ ഇത്രയും ചെറുപ്പക്കാരിയെ രൂപപ്പെടുത്തിയത് ഞാനാ. അച്ഛമ്മ അടിപൊളിയായിട്ടുണ്ട്. തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് വരുന്നത്. നിന്റെ നിർബന്ധത്തിന് ഞാൻ അങ്ങ് വഴങ്ങിയെന്നേ ഉള്ളൂ. എന്നാ പിന്നെ മുന്നേ MLA കരുണാകരക്കുറുപ്പിന്റെ അമ്മയും ഇത്തിരി വൃത്തിയും മെനയും ഉള്ളതാണെന്ന് 4 പേര് കരുതിക്കോട്ടെ. ജഗ,
നീയും വരുന്നു കല്യാണത്തിന്. നീ എന്താ മറുപടി പറയാത്തത്? അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് എൻ്റെ മക്കൾ കേട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വരാം. പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ലേ. ആ അങ്ങനെ ബുദ്ധി വരട്ടെ. അച്ഛന്റെ വഴിയെ പോയാലേ നിനക്ക് മേൽഗതി ഉണ്ടാവും. ചെല്ലേ, വേഗം റെഡിയാവ്. സാർ, ഇതാടാ സാറൊന്ന് വന്നേ. ഞാൻ ഇപ്പോൾ വരാം. എന്താടാ? വന്ദനയെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ അയച്ച ഗുണ്ടകളുടെ ശ്രമവും പാളി. എന്തുവാടേത്? ഇത്തവണ വന്ദനയെ രക്ഷിച്ചത് ജഗനല്ല, ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിയാ? അതാര്? 4-5 പുരുഷന്മാരെ ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ കരുത്തുള്ള ഒരാളാണ്. മാത്രമല്ല, ഓഡിറ്റോറിയത്തിലേക്ക് രാഖി അയച്ച ഗുണ്ടകളും സാർ അയച്ച ഗുണ്ടകളും തമ്മിൽ ക്ലാഷായി. രാഖിയും ഗുണ്ടകൾ അയച്ചെന്നോ? അതെ. രാഖിയുടെ ലക്ഷ്യം വന്ദനയിൽ നിന്ന് ദിയമോളെ തട്ടിയെടുക്കലായിരുന്നു. അതും നടന്നില്ല. അപ്പോ വന്ദനയുടെ ശത്രുവായി രാഖിയും രംഗത്തു വന്നിട്ടുണ്ട്. എനിക്ക് വന്ദനയെ വേണം, രാഖിക്ക് ദിയമോളെ. അങ്ങനെ വരുമ്പോ രാഖിയുമായി നമുക്കൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും. രാഖി നമുക്ക് ശക്തമായ പിൻബലമായിരിക്കും. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നാണല്ലോ പറയുന്നത്. ഓ ശരി. എങ്കിലേ രാഖിയുമായിട്ട് എനിക്കുടനെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യണം. രാഖിയുമായിട്ട് ആലോചിച്ച് ഞാൻ വേണ്ടത് ചെയ്തോളാം. അതാണ്. എങ്കിൽ ഇപ്പോ നീ വാ. വാടാ. നീ എന്തായി നോക്കുന്നത്? നിനക്കെന്താ ഒരു വല്ലായിക? അതെ, പൂജിച്ചു കൊണ്ടുവന്ന ആ താലി ഞാൻ എടുക്കാൻ മറന്നുപോയി. പൂജാമുറിന്ന് എടുത്തുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാ ഞാൻ ഓർത്തത്, തിരക്കിനിടയിൽ താലി എടുക്കാൻ മറന്നുപോയി. മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നേരത്താണോ ഇതൊക്കെ ഓർക്കുന്നേ? ചന്ദ്രു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു വെച്ചത് ശരിയായില്ല. മാധവേട്ട, ഞാൻ ഒരു ന്യായവും പറയണ്ട. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. എനിക്കിപ്പോ മണ്ഡപത്തിൽ എത്താതിരിക്കാനും പറ്റില്ല. നമ്മൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും വിവാഹ സ്ഥലത്തില്ലെങ്കിൽ ആളുകൾ വരുമ്പോ അത് വലിയ മോശമായി പോവും. അതുകൊണ്ട് നീ തന്നെ പോയിട്ട് വാ. പിന്നെ നീ ഒറ്റയ്ക്ക് പോണ്ട. പ്രകാശിനെ മനോജിനെ ആരെങ്കിലും കൂട്ടിക്കോ. ഇനി അവരെ വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ചന്ദ്രു, മുഹൂർത്തം കഴിഞ്ഞ് താലിയുമായിട്ട് എത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഒരു ടാക്സി പിടിച്ചു പോ. ശരി, ഇനി നിന്ന് സമയം കളയുന്നില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. ശരി, വേഗം ആവട്ടെ. ഈശ്വര, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തു വയ്ക്കുന്നവളാ ചന്ദ്രിക. എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഭഗവാനെ, വിഘ്നേശ്വര, കൈവിടല്ലേ. നീ ബൈക്കിലാണോ കല്യാണത്തിന് പോകുന്നത്? ഇവിടെ എല്ലാവർക്കും ഒപ്പം കാറിൽ പോയ പോരെ? എന്റെ വീട്ടുകാർ പോകുന്ന കല്യാണത്തിനല്ല ഞാൻ പോകുന്നത്. മനോജിന്റെ സഹോദരി വർഷയുടെ കല്യാണത്തിനല്ലേ നീ പോകുന്നത്? അല്ല,
എന്റെ ശത്രുക്കളെ ഒരിക്കലും മിത്രങ്ങളായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അവരോട് ക്ഷമിക്കാനും ഞാൻ തയ്യാറല്ല. എന്നെ സ്നേഹിച്ചാൽ ഞാൻ പ്രാണം കൊടുക്കും, അപമാനിച്ചാൽ പ്രാണനെടുക്കും. അതാണ് ജഗന്റെ ഒരു സ്റ്റൈല്. നീ പിന്നെ ഏത് കല്യാണത്തിനാ പോന്നേ? ഞാൻ ഏറ്റവും സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ കല്യാണത്തിനാ ഞാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ അച്ഛനും അമ്മയും പോകുന്ന കല്യാണത്തിന് നീയും പോകുന്നല്ലേ അല്പം മുമ്പ് കുറുപ്പ് സാറിനോട് നീ പറഞ്ഞത്? എന്നല്ല, ഞാനും ഒരു കല്യാണത്തിന് പോകുന്നു എന്നേ പറഞ്ഞുള്ളൂ. ആരുടെ കല്യാണത്തിനാണ് പോകുന്നതെന്ന് അവരാരും ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ജഗ, ഇവനത് എന്ത് ഭാവിച്ച? കുറുപ്പ് സാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അല്ല, ജഗൻ എവിടെ? കല്യാണത്തിന് പോകുന്നെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് ബൈക്കിൽ കയറി പോയതേ ഉള്ളൂ. ആ, ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ എങ്ങനെയെങ്കിലും ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി അല്ലേ? അത് ഈ കല്യാണത്തിനാണോ ജഗൻ പോയതെന്ന് എനിക്ക് സംശയമുണ്ട്. കരുണാകര, നിന്റെ വാക്കിനെ മാനിച്ച് നീ പോകുന്ന കല്യാണത്തിന് തന്നെയാണ് അവൻ പോകുന്നത് എന്നല്ലേ ഞാനും കരുതിയത്. അവൻ വീണ്ടും അനുസരണക്കേട് തുടങ്ങിയോ? മറ്റേത് കല്യാണത്തിനായിരിക്കും അവൻ പോയിരിക്കുന്നത്? ഇതിലെന്തോ ദുരൂഹതയുണ്ടച്ചാ. ഒരു വിധത്തിൽ നോക്കിയാ ജഗൻ വർഷയുടെ കല്യാണത്തിന് വരാതിരിക്കുന്നതാണ് നല്ലത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് എനിക്ക് രാഖിയുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോ ജഗന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ജഗൻ കല്യാണത്തിന് വരാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ മാധവനോടും കുടുംബത്തോടും കടുത്ത വൈരാഗ്യത്തിലാണല്ലോ ജഗൻ. ഓ, അവൻ ഇല്ലാത്തതും പൊല്ലാത്തതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് നാറ്റിക്കും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ പിന്നെ സമയം കളയണ്ട, ബാ നമുക്ക് എന്താ വണ്ടി ഇറങ്ങാൻ. വന്ദനമേ. വർഷന്റെ കല്യാണത്തിന് ദീമോളെ എല്ലാവരും നോക്കണ്ടേ? ദേ, ഈ വന്ദനമ്മയുടെ തീക്കുട്ടി സുന്ദരിയാണെന്ന് എല്ലാവരും പറയണ്ടേ? ദേ നോക്കട്ടെ, ഇതെന്റെ തീയമോൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാനാ. അമ്മേ, മഹാമായ കല്യാണം എന്ന് കേൾക്കുമ്പോ ആദ്യം ഉള്ളില് വന്ദനമോളുടെ കല്യാണത്തിന് കണ്ണീര് കുടിച്ചതിന്റെ കയ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും ചങ്കിലൊരു പെടച്ചില്ല. ഞങ്ങളുടെ വർഷമോൾക്കെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കണേ ദേവി. വർഷയ്ക്കും ഭർത്താവിനും യാതൊരു ദോഷവും സംഭവിക്കരുതേ. എന്റെ മോളുടെ നെറുകയിലെ കുങ്കുമം ഒരിക്കലും മായാതെ അവളെ ദീർഘസുമംഗലിയാക്കി തീർക്കണേ ദേവി. മഹാമായേ,
അമ്മ നിക്ക്. എന്താ ഇവിടെ? ഇന്ന് മോളുടെ കല്യാണല്ലേ? കല്യാണമായിട്ട് ഇവിടെ നിൽക്കണം.